സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യണമല്ല എന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. ചെറിയൊരു ജലദോഷവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായിരിക്കുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. ഇപ്പം ഞാൻ 2 ദിവസം മുന്നേ നമ്മുടെ രാധാദേവി മൂദേവിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. മൂദേവിക്ക് അത് ഭയങ്കരമായിട്ട് കൊണ്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ അത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ ചെറിയ ചാനലിലാണ്, ഒരു 2000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. മൂദേവി എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റിയാണ്. പ്രധാനമന്ത്രി പോലെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ടൈപ്പുള്ള അല്ലെ കണക്ഷനൊക്കെ ഉള്ള ആൾക്കാരാണ് എന്ന് അവരവരുടെ വീഡിയോയിൽ പറയുന്നത് കേട്ടു. അതിൻ്റെ വലിയ ധാരണ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ അവർ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തേച്ച് റിയാക്ട് ചെയ്തു. അവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു, കിടന്ന് മോങ്ങുന്നുണ്ട് ചാനലിൽ വന്നിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തിരിച്ച് പറയണം എന്ന് തോന്നി. മെയിനായിട്ട് അവരുടെ പ്രശ്നം ഷെഫീന ബീവിൻ്റെ മോനും ഞാനും തമ്മിൽ കണക്ഷനാണ്. അതുകൊണ്ടാണ് ഷെഫീന ബീവിൻ്റെ മോനെ പറഞ്ഞപ്പോൾ എനിക്ക് പൊള്ളിയത് എന്നാണ്. അങ്ങനെ തന്നെയാണ്, നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഷെഫീന ബീവിൻ്റെ മോനും ഞാനും ഭയങ്കര ലവാണ്, പ്രേമാണ്, പ്രണയമാണ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഇത് ഷെഫീന ബീവി കേട്ടാൽ എന്തെങ്കിലും കുഴപ്പമാവുമോ നിങ്ങളാരും ബേജാറാവണ്ട കേട്ടോ. ഷെഫീന ബീവി നമ്മൾ കല്യാണം നടത്തി തരാൻ പോണേ. ഡേറ്റ് നിശ്ചയിച്ചിട്ട് കല്യാണക്കുറി അടിച്ചിട്ട് ആദ്യം ഞാൻ ഈ അമ്മായിക്ക് എന്താക്കും, കല്യാണക്കുറി കൊണ്ടു കൊടുക്കുന്നത്. കല്യാണിക്കുറി അല്ല കേട്ടോ, കല്യാണക്കുറി കൊണ്ടു കൊടുക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും വിളിക്കും കല്യാണത്തിന്, ആരും ബേജാറാവണ്ട. അപ്പോൾ ഇതാണ് ഇവർക്ക് വലിയ പ്രശ്നം. ഞാൻ ഷെഫീന ബീവി പിന്നെ ചോദിച്ചു ഒന്നാമനോ അതോ രണ്ടാമനോ എന്ന്. രണ്ടാമത്തെ കുട്ടി 9ാം ക്ലാസ്സിലും കണ്ടാൽ പഠിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 14 15 വയസ്സൊക്കെ ഉണ്ടല്ലോ. അതിനെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം പോക്സോ വകുപ്പിൽ കേസേറ്റായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടീനെ പറയാം. ഒന്നാമനോ രണ്ടാമനോ എന്നൊക്കെ ചോദിച്ചു. അതാര് വേണമെന്ന് നീ അത് നീ ആരെക്കുറിച്ചാണോ സങ്കല്പിച്ച് വെച്ചത് അത് അതേപോലെ തന്നെ ആയിക്കോട്ടെ. ഞാൻ പ്രത്യേകിച്ച് ആളെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ആരെയാണെന്ന് തോന്നുന്നത് ആ ആൾ നിന്നെ ഒരുത്തം പീഡിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അതാ ഒന്നാമനോ രണ്ടാമനോ നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് വെച്ചാൽ ആ ആൾ തന്നെയാണ് ഞാനുമായിട്ട് പ്രണയത്തിലുള്ളത്. പോരെ, ഷെഫീന ബീവിയാണ് കല്യാണം നടത്തി തരുന്നത്. പിന്നെ നീ എൻ്റെ വാപ്പാനെയൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ വാപ്പാനെ നോട്ടിട്ടൊരു കാര്യമല്ല മോളെ. എൻ്റെ വാപ്പ മരിച്ചിട്ട് 5-6 കൊല്ലമായി. 6 അല്ല, എന്തായാലും 5-6 കൊല്ലത്തിന് മേലെയായി വാപ്പ മരിച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ വാപ്പാനെ നോട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ വേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചാനലിൻ്റെ വലിപ്പവും വിരളമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ചാനൽ ചെറിയ ചാനലാണ്, 2000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ആകെ 400ൻ്റെ ചോടെ വീഡിയോസേ ഉള്ളൂ. ഞാൻ 24 ഹവേഴ്സ് യൂട്യൂബിൽ പറ്റി കിടക്കുന്ന ആളല്ല. ഇവിടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് ഏകദേശം 1100 സംതിങ് വീഡിയോസ് ഉണ്ട്. അത് ഞാൻ നോക്കി. പിന്നെന്ന് പറഞ്ഞാൽ മോളെ കുളിസിയും കാണാൻ മുട്ടി നിൽക്കുന്ന കോവാലേട്ടനെ പോലെയുള്ള കുറേ ആൾക്കാർ, അതേപോലെ കുറേ സംഘികൾ, വേറെ പലതും കൊടുത്ത് വശീകരിച്ച് വെച്ചിരിക്കുന്ന RSSകാർ, മുസ്ലിങ്ങൾ, ഇവരൊക്കെ ആസനം താങ്ങാൻ നടക്കുന്ന ആൾക്കാർക്ക് 4000 അല്ല 40,000 അല്ല 4 ലക്ഷം 4 കോടിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി എന്ന് വരും. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ട് ആൾക്കാരെ വശീകരിക്കാനോ ആരുടെ ആസനം താങ്ങാനോ ഒന്നിനും നടക്കുന്നില്ല. നമ്മൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ട് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കൂടിയ ആൾക്കാർ. ഞാൻ ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ, നമ്മൾ ഫോട്ടോ താങ്ങി പിടിച്ചിട്ടൊന്നും ആരോ അയ്യേക്കും നടന്നിട്ടില്ല. പിന്നെ മോളെ വോയിസ് ക്ലിപ്പൊക്കെ നാട് നീളം അതൊന്നും എൻ്റെ ചാനലിൽ ഞാൻ അതൊന്നും എടുത്ത് വെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. നീ 4000 40,000 4 ലക്ഷമോ എത്ര വേണമെങ്കിലും ഫോളോവേഴ്സിന് ഉണ്ടാക്കിക്കോ, നിന്നെ കൊണ്ട് അത് പറ്റുകയും ചെയ്യും. ഞാൻ നിന്നെക്കുറിച്ചിട്ട വീഡിയോൻ്റെ അടിയിൽ നീ ജസ്റ്റ് ആ കമൻറ്റൊക്കെ ഒന്ന് പോയി നോക്കാം, നാട്ടുകാർക്ക് നിന്നെക്കുറിച്ചുള്ള മതിപ്പ് എന്താണെന്ന്. വേറെ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് സ്വയം ബോധ്യമായിക്കോളും. അതിനകത്ത് വന്നൊരു കമൻറ്റ് കിണറിന്ന് വെള്ളം കോരണ മാതിരി കായലിൽ നിന്ന് വെള്ളം കോരാൻ നോക്കരുത് എന്നാണ്. അതൊന്നും ഞാനെന്താക്കുന്നത്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, എൻ്റെ ചാനലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ജലദോഷം, അപ്പം അങ്ങനെയുള്ള നാറ്റക്കേസുകളൊക്കെ എനിക്ക് പരമാവധി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളൂ. കാരണം എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വിഷമാവും. നിന്നെ പോലെ ഞാൻ ക്ലോസറ്റല്ല, പബ്ലിക് ക്ലോസറ്റല്ല, എൻ്റെ വായ ക്ലോസറ്റല്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നീ എല്ലാവരെയും തള്ള അമ്മച്ചി വിരളതെന്നൊക്കെ വിളിക്കുക. നീ കലാകാലം ഒരു കുണുവാവയായിട്ട് ബാക്കി ഞാൻ അമ്മച്ചി തന്നെയാണ് സമ്മതിച്ചത്. എനിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന മോളുണ്ട്. എനിക്ക് അതിൽ സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ.
അല്ലാതെ ഞാൻ കാലാകാലം കുണുവാവയായിട്ടിരിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ പ്രായവും പിന്നെ ചുളിവും നരയും വിറളും എല്ലാം എനിക്കും വരും. അതെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അംഗീകരിച്ച് ജീവിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാലാകാലം ഞാൻ കുണുവാവയായിട്ടൊന്നും ഇരിക്കില്ല. നീ കുണുവാവയായിട്ടിരുന്നോ, അതിൽ നമുക്ക് പരാതിയില്ല. എനിക്ക് ബാക്കിയുള്ളവർ ഷെഫീന ബീബി അമ്മച്ചിയാണ്, ഞാൻ അമ്മച്ചിയാണ്. പിന്നെ പശു വാ പൊളിക്കണ പോലത്തെ മോന്ത എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നിന്നെ പോലെ അടുക്കളവാതിൽ തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എൻ്റെ കൂടെ കൂടിയ ആൾക്കാരല്ല. എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഞാൻ ആരാണ് എന്ന് പോലും അറിയാതെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണ്. എനിക്ക് അവർ മതി. നിന്നെപ്പോലെ കുളിസിയും കാണാൻ, നിൻ്റെ കുളി കാണാൻ പൂതിയാകുന്നുണ്ടെന്ന് ആ വീഡിയോ നമ്മൾ ഇതൊന്നും ആരും അറിയുന്നില്ല എന്നൊന്നും മോള് വിചാരിക്കണ്ട. ഏട്ടനേ ഞാൻ കുളിക്കതിനേട്ടനേ നമ്മളിതൊന്നും ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ നടക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ കുളി നമുക്കൊന്ന് കാണണം. അങ്ങനെ കുളി കാണാൻ നടക്കുന്ന കുറേ ആൾക്കാർ കുളിയൊക്കെ കാണിച്ചു കൊടുത്ത് നീ കുറേ സബ്സ്ക്രൈബേഴ്സിനെ പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആ ടൈപ്പല്ല. അതുകൊണ്ട് നമുക്ക് ഇത്ര ആൾക്കാരേ ഉള്ളൂ, നമുക്ക് ഇത്ര ആൾക്കാർ മതി. ഇതേപോലെ ജെന്യുവിനായിട്ട് നമ്മളെ ചാനൽ കണ്ട് വീഡിയോസ് കണ്ട് അതിലെ കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മുന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വന്നാൽ മതി. മനസ്സിലായോ? പിന്നെ നീ അതിൻ്റെ ഇടയ്ക്ക് നീ ചോദിച്ചല്ലേ രാധേനോടും കൃഷ്ണനോടും നിനക്ക് എന്താടി ഇത്ര ദേഷ്യം എന്നല്ലേ? എനിക്കെന്ത് ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. രാധാകൃഷ്ണൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു റൊമാൻറ്റിക് ഫീലാണ്, അല്ലെങ്കിൽ നല്ലൊരു റൊമാൻറ്റിക് കപ്പിളാണ്. അതേപോലെ ആ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് ചിത്രമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അത് ഒറിജിനൽ രാധയും കണ്ണനും. നീ മറ്റേ രാധയ്ക്ക് ശരിക്കും കൃഷ്ണനോട് മാത്രമേ പ്രേമവും പ്രണയവും വിരളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് കാണുന്ന ആൾക്കാരെല്ലാവരും കാണാനല്ലേടി, അല്ലേ? എനിക്ക് ഒറിജിനൽ കണ്ണനോടും രാധനോടും റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രേമം എന്ന് പറയുന്നത് പവിത്രമായിരുന്നു. പക്ഷെ നീ രാധ എന്ന് പറഞ്ഞിട്ട് ഈ സംഘികളെ RSSകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നീ കൊണ്ടു നടക്കുന്ന ഒരു പേരല്ലാണ്ട് രാധൻ്റെ എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? പിന്നെ നമുക്കിത് കണ്ണൻ്റെ രാധ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താക്കും, നമുക്ക് ചിലപ്പം കൊണ്ടുവന്ന് വരും. ആ പവിത്രമായിട്ടുള്ളൊരു പേരാണല്ലോ നിന്നെ പോലുള്ളൊരു ഡാഷ് ഉപയോഗിക്കുന്നത്. ദേവദാസി എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ചേരായിരിക്കും കേട്ടോ. ദേവദാസി അറിയാമല്ലോ, ദേവദാസിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് നോക്കും. ദേവദാസി ആരാധന നിങ്ങൾക്ക് ചേരുന്നത് ആ പേര് തന്നെയായിരിക്കും. പിന്നെ ഇവള് പറഞ്ഞല്ലേ, എൻ്റെ പാപ്പാനെ നോട്ടിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലുള്ള കളവന്മാരൊക്കെ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇവൾക്ക് കളവന്മാരുടെ അടുത്തേക്കാണ് കണ്ണത്. അപ്പോൾ ഇവള് പറയുന്നത് മുഴുവൻ ഇവളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനാണ്. എന്നിട്ട് ബാക്കിയുള്ളവരെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയാം. പിന്നെ പശുവിൻ്റെ മന്തേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സൗന്ദര്യമില്ല. ഞാൻ ഓൾറെഡി എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ഇതുപോലും പ്രതീക്ഷിക്കരുത്, ഞാൻ ഫിൽറ്റർ ഇട്ടാ വീഡിയോ ചെയ്യണതാണ്. പക്ഷേ മനസ്സിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് കൂടിയ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ചാനൽ കാണുന്നത്. എൻ്റെ ചാനലിൻ്റെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എല്ലാ ഏജ് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, എൻ്റെ ചെറിയ കുട്ടികളടക്കം 13 വയസ്സ് മുതലുള്ള കുട്ടികളടക്കം എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെയാണ് എൻ്റെ കൂടുതലും വീഡിയോസ് കാണുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഏതവസ്ഥയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ പൊതുവേ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാഞ്ഞിട്ട് പോലും 2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ചാനലിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ, അല്ലെങ്കിൽ ഈ രാധാദേവിനെ കുറിച്ചിട്ട വീഡിയോ ഏകദേശം 6000-ൻ്റെ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഈ 40,000 സബ്സ്ക്രൈബേഴ്സിനും വെച്ചുകൊണ്ടിരിക്കുന്ന ഇവള് എന്നെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പം കയറി നോക്കിയപ്പോൾ ഏകദേശം 4000 സംതിങ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. 4.1K ആണ് കാണിക്കുന്നത്. കൂടുതൽ ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. അതിനകത്ത് അതേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലൊന്നല്ല വലിയ കാര്യം കിടക്കുന്നത്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ എപ്പോഴും എന്നെ കാണാനും കേൾക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കുന്ന ആൾക്കാരാണ്. അത് നിന്നെ പോലെ കിടന്നു കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല. ജെനുവിനായിട്ട് ചങ്ക് വരച്ച് തന്ന് കൂടെ നിൽക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ. അത് നീ മനസ്സിലാക്കിയാൽ മതി. പിന്നെ നീ ഷെഫീന ബീവിക്ക് മാത്രമേ മക്കളുള്ളൂ, ഷെഫീന ബീവി മാത്രമേ മക്കളെ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചത് ഷെഫീന ബീവിനെ അവരുടെ മോനെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ കാര്യം പറഞ്ഞു. നാട്ടിലെല്ലാ 99% അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഞാനും ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു എന്താ പറയുക, എൻ്റെ കൈ അങ്ങ് അറ്റുപോയാൽ ചിലപ്പോൾ ഞാൻ സഹിക്കും. എൻ്റെ മക്കളുടെ മേത്ത് ഒരു പോറൽ വീണാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാനും അങ്ങനെ ഒരു അമ്മ തന്നെയാണ്.
ഞാൻ തത്വം പറയാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല അന്നേരം ആ വീഡിയോ ചെയ്തത്. ഞാൻ ഷെഫീന ബീവിൻ്റെ കാര്യവും അവരവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആണ് അന്നേരം വീഡിയോ ചെയ്തത്. അന്നേരം എനിക്ക് അവരെക്കുറിച്ച് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളായിരുന്നു. നീ നിൻ്റെ മക്കളെ വളർത്തുന്നതിൻ്റെ അന്തസ്സു അഭിജാത്യമാരുള്ളൊക്കെ പറഞ്ഞല്ലോ. നിന്നെക്കാട്ടിൽ അന്തസ്സ് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം എന്താണെന്നറിയാം, ഞങ്ങളാരും 10 ആൾ പീഡിപ്പിച്ചു 100 ആൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും ഞങ്ങൾക്ക് ആർക്കും ഇന്ന് വരെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ഗതികേട് വന്നിട്ടില്ല. നീ ആദ്യം പോയി കിടന്നു കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാര്യലാഭം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശിന് വേണ്ടിയിട്ട് നീ പീഡിപ്പിച്ചു എന്നാലല്ലേ കോംപ്രമൈസിന് വരുള്ളൂ. കാശിന് വേണ്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നീ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യും. നിൻ്റെ മക്കളെ വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നീ കേസ് കൊടുത്തില്ലേടി. ഞങ്ങളെ മക്കൾക്കൊന്നും അങ്ങനത്തെ ഒരു ഗതികേട് വന്നിട്ടില്ല. കാരണം ഞങ്ങൾ അവരെ വളർത്തുന്നത് ആ രീതിയിലാണ്. ഒരാൾക്ക് പീഡിപ്പിക്കാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാക്കയ്ക്കും പൂച്ചയ്ക്കും ഉണ്ടായ മക്കളല്ല ഞങ്ങൾക്ക്. മനസ്സിലായോ? ഇതിലേറെ ഇനി നിനക്ക് എന്താ കേൾക്കേണ്ടത്? എന്തെങ്കിലും ഉണ്ടോ? എന്തിനേലും മറുപടി കിട്ടേണ്ട ആവശ്യമുണ്ടോ? നീ ചോദിക്കുക, ഞാൻ പറയാം. നീ ചോദിച്ചാൽ വായിൽ നാവും വായത്താളടിക്കാനുള്ള കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ശരിയാണ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. നിൻ്റെ പോലെ എച്ച് മുസ്ലിമിൻ്റെയും സംഘികളുടെ ഒന്നും അവരിങ്ങനെ പുറകെ താങ്ങി നടക്കാൻ അതേപോലെ ആൾക്കാരൊന്നും എനിക്കില്ല. നിൻ്റെ ആസനം താങ്ങാൻ ആൾക്കാർ നടക്കുന്ന പോലെ എനിക്ക് ആരും താങ്ങാൻ നടക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. അതിനുള്ള ചങ്കൂറ്റമുണ്ട്. എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ്. തൽക്കാലം ഇത്രയും മതിയല്ലേ? നോക്കാം, നമുക്ക് വഴി നോക്കാം.